എവിടെയെന്ന്? സത്യഭാമയുടെ വീട്ടില്. ഇയാൾക്കറിയാലോ, അവിടെ AC നന്നാക്കാനൊക്കെ പോവാറുള്ളതല്ലേ. ഇനിയിപ്പോ വഴി അറിഞ്ഞുണ്ടെങ്കി ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ്. എന്റെ വീട്ടിലേക്കുള്ള വഴി നീ തന്നെ എനിക്ക് പറഞ്ഞു തരാ അല്ലേ? അല്ല, ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വല്ല ഓട്ടോയും പിടിച്ചു പൊയ്ക്കോളാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഓട്ടോ ഒന്നും വേണ്ട, ഇങ്ങോട്ട് കയറി പോവാം. എന്റെ ദൈവമേ. റിട്ടലടിച്ചു. നല്ല വേദനയുണ്ടോ? ഈ കാല് വെച്ച് എങ്ങനെയാ ബുള്ളറ്റ് ഓടിക്കുന്നത്? ഞാനങ്ങ് ഓടിച്ചാലോ? ഇയാളോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ബുള്ളറ്റ് ഓടിക്കാനൊക്കെ അറിയാം. ഇതേ മോഡല് ബുള്ളറ്റ് ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുള്ളതാ. അത് ഞാൻ മറന്നു. എന്നാ താൻ ഓടിച്ചോ. വാ. അപ്പടി. ഇങ്ങനെയാ ബുള്ളറ്റിന്റെ കിക്കർ അടിക്കുന്നത്. ഇങ്ങനെയാണോ? ഇയാള് കളിയാക്കൊന്നും വേണ്ട, ഇങ്ങനെ അടിച്ചാ തിരിച്ചടിച്ച് കാല് പഞ്ചറാവില്ല. ഓ ശരി, ഇനി ശ്രദ്ധിച്ചോളാം. കോമഡി നിർത്തിയിട്ട് ഇയാളിങ്ങോട്ട് കേറിക്കേ. ഇനി നേരെ ചൊവ്വെ ഓടിക്കുന്നത് കൂടി നോക്കി പഠിച്ചോ. ശരി ശരി. അത് സ്പീഡ് കൂടിയല്ലേ, എനിക്ക് പേടിയാ, അതുകൊണ്ടാ. ശരി ശരി, പിടിച്ചിരുന്നോണോ. വളവും തിരിവും ഗട്ടറും ഒക്കെ ഉള്ള റോഡാ. അല്ല, ഇയാൾക്ക് എന്താ സത്യഭാമയുടെ വീട്ടിലെ കാര്യം? അല്ല പണം കടം വാങ്ങാനാ? അതൊക്കെ പറഞ്ഞ അതൊരു വലിയ നീണ്ട കഥയാ. ഇയാക്കെ മനസ്സിലാവില്ല. നീണ്ട കഥയാണെങ്കിൽ വേണ്ട, ഒരു മിനിക്കഥയൊക്കെ കേൾക്കാനുള്ള ക്ഷമ എനിക്കിപ്പോഴുള്ളൂ. അതാ ഇയാളോട് പറയാത്ത. ആളെ കാണുമ്പോഴേ അറിയാം മിനിക്കഥയെ ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഈ യാത്രക്കിടയിലാവുമ്പോഴേ നമുക്ക് മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായോ എന്തോ. ഇടി പെങ്കൊച്ചെ, എനിക്ക് നിന്നോട് കട്ടപ്രേമാണെന്ന് നീ ആദ്യമായിട്ട് മനസ്സിലാക്കും. ഇയാള് ഈ വഴി പോവോ അതോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അല്ല, അത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. എങ്കിൽ ശരി. മരുന്ന് പാക്കറ്റൊക്കെ ഉണ്ടല്ലോ കയ്യില്.
പ്രീതി എവിടെ അങ്കിൾ? മോള് മുകളിലുണ്ട്. പ്രീതി, പ്രീതി, ശാലിനി വാ. പനി കുറവില്ലേ? ഇല്ല ശാലിനി, നീ ടാബ്ലറ്റ് കൊടുക്ക. അമ്മ, എന്താണ് നീ ഇവിടെ നിൽക്കുന്നേ? ദാസം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ എതിരേൽക്കാൻ പുറത്ത് ആള് വേണോ? അകത്ത് കയറിയിരിക്കെ. എന്റെ ഈശ്വര, ആകപ്പെട്ടല്ലോ. ശാലിനി ഇവിടെ വെച്ച് അമ്മ കണ്ട അർജുനും പ്രീതിക്കും ഇത് പ്രശ്നമാവും. ഞാനെങ്ങാനും സത്യഭാമയുടെ മകനാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാവും. എന്റെ ദൈവമേ. ആ രാമചന്ദ്രൻ നായര് കടമെല്ലാം വീട്ടിയിട്ടുണ്ട്. അയാളുടെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം തിരിച്ചു കൊടുക്കണം നമുക്ക്. വിഷ്ണു, ഞാൻ പറഞ്ഞത് കേട്ടോ നീ? അമ്മ എന്താ പറഞ്ഞേ? ആ രാമചന്ദ്രൻ നായരുടെ വീടിന്റെ ആധാരം തിരിച്ചു കൊടുക്കണമെന്ന്. അത് നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? എന്നാ പോയി എടുത്തോണ്ട് വാ. ഓ, ഇപ്പൊ എടുക്കാം. ഏട്ടനാണല്ലോ. ഹലോ ഏട്ടാ. എടി പ്രീതി, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താ? ശാലിനിയില്ലേ നിന്റെ റൂമില്? ഉണ്ട്. എടി, അമ്മ താഴെ എത്തിയിട്ടുണ്ട്. അമ്മയോ? എന്താ പ്രീതി, എന്ത് പറ്റി? അമ്മ വന്നിട്ടുണ്ട്. ഈ റൂമിലേക്ക് വരുന്നേന്ന് തോന്നുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ശാലിനി തൽക്കാലം എവിടെയെങ്കിലും ഒളിക്ക്. അല്ല, അപ്പൊ അർജുനേട്ടനോ? അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ചെല്ല്. പ്രീതി, അയ്യോ, കിടക്ക്. ഇയാളോ? ഇയാളെന്താ ഇവിടെ? അത് എന്താണെന്നറിയോ, ഇന്നലെ വന്നപ്പോഴേ AC ശരിയായില്ല. ഈ റൂമിൽ ACക്കാ കംപ്ലൈന്റ്. അപ്പൊ ഞാൻ താഴെ നിൽക്കുന്ന കണ്ടപ്പോ സത്യാമ്മ എന്നെ കയ്യോടെ അങ്ങോട്ട് പിടിച്ചു. റിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെ, ഇയാൾ എനിക്കൊരു സഹായം ചെയ്തു തരുമോ?
എന്താ